ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കരുവന്തൽ പൂരത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാ പോവാണ് കേട്ടോ. പന്തലൊക്കെ ഉണ്ട്, അതുപോലെ ഇന്ന് വീരനാട്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് ഇവിടെ എത്തിയില്ല, നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിലായിരുന്നു. അങ്ങനെ ഇതാ അവിടെ എത്തി. ഇവിടെ പന്തലൊക്കെ ഇതാ കത്തിച്ചിട്ടിട്ടുണ്ട്. ഇതാ അവിടെ ഇതും പാച്ചും ചിന്നനും കൂടി അവിടെ നടക്കുകയാണ്. അങ്ങനെ ഇവിടെ വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നാളത്തെ പൂരത്തിന് പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അങ്ങനെ അവിടെ നിന്ന് അച്ഛനും മോനും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ സ്റ്റാളുകൾ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ സ്റ്റാളുകളൊക്കെ ഇതാ ഇട്ടുകൊണ്ടിരിക്കണുള്ളൂ, അവരിത് അറേഞ്ച് ചെയ്ത് വരുന്നുള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് സ്റ്റാളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മാളും പൂത്തുമ്പിയും ചിന്നനും ഒക്കെ കൂടി ഇതാ സ്റ്റാളിൻ്റെ ഉള്ളിൽ കയറി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പാച്ചു ഇതാ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളെ വാങ്ങി തരാനൊക്കെ കൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടോ. എന്നിട്ട് ഇതാ കീഴ്ക്കാവിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ വാങ്ങിയ കളിപ്പാട്ടൊക്കെ വാങ്ങി കളിച്ചു. പിന്നെ അത് വേണ്ട, മൊബൈൽ ഫോൺ മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് പൂരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെയായിരുന്നു നമ്മുടെ മാളുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളിതാ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തു. മാളു പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പോയിട്ടോ. പിന്നെ ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് പോയി. ഇതാ വെടിക്കെട്ടൊക്കെ കണ്ടു. ആനപ്പൂരം കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം ചെറിയ കുട്ടികളായിട്ട് ഭയങ്കര ചൂടല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ വെടിക്കെട്ട് കണ്ടതാ നമ്മൾ തിരിച്ച് വന്നതാ വീട്ടിൽ പാച്ചു ചാടി മറയാണ്. അതിൻ്റെ ഇടയിൽ ചിന്നൻകുട്ടീനായിട്ട് അച്ഛൻ കാവടി കളിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നൻകുട്ടിയും ഇതും കൂടി ഇതാ കാവടിയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടും ഇത് പൂരത്തിന് വരുന്ന കാരണം പിള്ളേരെ കൊണ്ടിട്ട് പൂരത്തിനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. അച്ഛനവർക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മിസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മൃദുലീച്ചും പിള്ളേരും കൂടിയിട്ടുണ്ട് പോയത്. അപ്പോൾ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ കരടിക്കുട്ടന്മാർ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ കാവടി ഉണ്ടായിരുന്നു കേട്ടോ. കൂറിലുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ മാഷ പോകുന്നുണ്ട്. മാഷിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാച്ചുവിൻ്റെ ഒരു സമാധാനമില്ല. ലബൂബു പോകുന്നുണ്ട്. അങ്ങനെ ഇതാ തുമ്പിയുടെ അച്ഛൻ്റെ ഗ്യാങ്ങാണ് കേട്ടോ, കൊട്ടാരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങിൻ്റെ പൂരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു നരസിംഹമൊക്കെയാണ് ഇവരുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ചിന്നൻകുട്ടീനെ അച്ഛെടുത്തുകൊണ്ട് പോകണു. അപ്പോൾ പാച്ചു കരയുന്നുണ്ട്, പാച്ചുവിന് പിന്നെടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതാ ചിന്നൻകുട്ടീനായിട്ട് ഡാൻസ് കളിച്ച് പോവാണ്. തുമ്പീനെ കൊണ്ടുപോകുന്നുണ്ട്. തുമ്പിക്ക് പക്ഷേ ഞാനില്ലാണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും തുമ്പി പോയിട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഇതാ അവരിങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അടുത്ത ഊഴം പാച്ചുവിൻ്റെ ആയിരുന്നു. അങ്ങനെ ഇതാ പാച്ചുവിനെ വന്നെടുത്ത് ഇതാ ഡാൻസ് കളിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ വേഗം തന്നെ തിരിച്ചു കൊടുന്നു പാച്ചുവിനെ. പിന്നെ ഇതാ ചിന്നനെ വീണ്ടും എടുത്ത് ഡാൻസ് കളിക്കുകയാണ് ഇവിടെ. ഏകദേശം ഇവിടെ കലാശക്കൊട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തെയ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഇതാ വരുന്ന വഴിയിൽ ഇതാ കുതിരേനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുതിരക്കളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് വയ്യാണ്ടായി, പാച്ചു ഭയങ്കര വാശിയായി. അങ്ങനെ ഞാനൊരു ഓട്ടോ വിളിച്ച് പോകുന്നുണ്ടോ. മൃദുലേച്ചിയും ചിന്നനും കൂടി അവിടെ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.